സ്കാൻ ചെയ്തു, ക്യാൻസർ ആണ്, കഴിഞ്ഞില്ലേ, വയറിന് ലിവറിനൊക്കെ എത്തിക്കണേ, ചികിത്സ ഒന്നും ഇല്ലാന്ന്. ഇതൊക്കെ ആർക്കും വരാം. എത്രയോ ഇന്നിപ്പോ ഞാൻ ഈ പറയുന്ന നേരമാകുമ്പോത്തിന്, ഈ നേരം പോലത്തെ ഈ നേരമാകുമ്പോത്തിന് എത്രയോ ആളുകൾക്ക് ഓരോ സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി നിൽക്കുകയാണ്. എത്രയോ ആളുകൾക്ക് ഓരോ റിപ്പോർട്ട് കയ്യിൽ കിട്ടി, പ്രതീക്ഷ ഇല്ലാത്ത റിപ്പോർട്ട് നോക്കി നിൽക്കുകയാണ്. പ്രതീക്ഷ ഇല്ലെന്ന് ആര് പറഞ്ഞു സഹോദരങ്ങളെ? അതാണ് ഈ വഹീന്റെ പ്രത്യേകത. പ്രതീക്ഷ ഉണ്ട്. ഈ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല, ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. മരണാനന്തരത്തിലാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ആ ബോധാണ് ഈ വഹി നമുക്ക് നൽകുന്നത്. ആ പ്രതീക്ഷയാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു പേടിയും പേടിച്ചണ്ട. ഇതല്ല ജീവിതം. ആ ബോധം എന്താ ഉണ്ടാകാത്ത സഹോദരങ്ങളെ? അത് സഹാബത്തിനുണ്ടായിരുന്നു. നബി അവർക്കത് പഠിപ്പിച്ചു കൊടുത്തു, അവരത് മനസ്സിലാക്കി. നമുക്ക് എന്താണത് വരാത്തത്? ശരിയായ ജീവിതം തുടങ്ങണ മരണത്തിന് ശേഷമാണ്. അതിനാണ് പ്രതീക്ഷ, അവിടെയാണ് പേടിക്കേണ്ടത്. അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതേ ഖബർ കാണുമ്പോ കരയുന്നതാണ്. ഖബറിനെ പറ്റി പറയുമ്പോ കരയും. എന്നിട്ട് കരഞ്ഞ് കണ്ണുനീരിങ്ങനെ നരച്ച താടി രോമങ്ങളിലൂടെ ഇങ്ങനെ ഉച്ചുച്ച് വീടുമായിരുന്നു എന്നാണ്. സഹാബത്ത് ചോദിക്കും, എന്താണ് ഉസ്മാൻ? അള്ളാന്റെ റസൂൽ നരകത്തെ പറ്റി പറയുമ്പോൾ